ആദ്യം ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. സാഹിബിന്റെ സാമ്പത്തിക ബാധ്യത ലീഗ് പരിഹരിച്ചല്ലേ? അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ശ്രദ്ധയിൽ വന്നപ്പോ തന്നെ അത് പരിഹരിച്ചു. മുനീർ ലീഗിന്റെ ഒരു അമൂല്യമായ സീറ്റിന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതല്ലേ. അതിന് പോറിലേൽക്കാൻ ഞങ്ങൾ ഒരു നിലക്കും സമ്മതിക്കൂല. ഈ ക്ലിപ്പ് ഉൾപ്പെടെ വെച്ച് ചിലരൊക്കെ ഞാൻ ഡോക്ടർ എം കെ മുനീറിൻ്റെ ഒരു സാമ്പത്തിക വിഷയങ്ങളും അദ്ദേഹത്തിന് അത് പരിഹരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വേറെ കുറേ മറുക്ലിപ്പുകളും കുറിപ്പുകളും ഒക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. അവരാ കുറിപ്പിലും ക്ലിപ്പിലും ഒക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പണ്ട് ഇന്ത്യ വിഷനായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ചില സംഗതികളാണ് അതിൽ എഴുതി പറ്റിച്ചിങ്ങനെ അയച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മറന്നുപോയ ഒരാളോ മറവിയുള്ള ആളോ ഒന്നുമല്ല ഞാൻ. അക്കാര്യങ്ങളിലൊക്കെയുള്ള വിയോജിപ്പുകൾ പല സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരാളിൻ്റെ രോഗാവസ്ഥയിൽ അദ്ദേഹം പ്രതിസന്ധിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഭൂതകാലത്ത് സംഭവിച്ച എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ച് അതിനെ മുറിവേൽപ്പിക്കുകയോ അതിനെ ടാമ്പർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഈ സന്ദർഭത്തിൽ ഓഡിറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നത് ഒരിക്കലും ഒരു ന്യായീകരണമോ നീതിയോ അല്ല എന്നതാണ് സത്യം. അവിടെയാണ് കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാവുന്നത്. നമ്മളൊരാളിനോട് വിയോജിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്നാൽ അയാളുടെ നിസ്സഹായാവസ്ഥയിലാണെങ്കിൽ ആ വിയോജിപ്പിനപ്പുറത്ത് യോജിക്കാൻ കഴിയുന്ന ഏത് കാര്യമുണ്ടോ ആ കാര്യം വെച്ച് അയാളോട് ഐക്യദാർഢ്യപ്പെടുകയും സമപ്പെടുകയും യോജിക്കപ്പെടുകയും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യത്വപരവും ദൈവികവുമായ കടമ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെഴുതി അയക്കുന്ന കുറിപ്പൊക്കെ സാമാന്യേന ഇന്നത്തെ കാലത്ത് പലയിടങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നതാണ്. പല കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ജ്യേഷ്ഠൻ അനുജനെ സഹായിച്ചില്ല, ജ്യേഷ്ഠൻ അങ്ങ് വലിയ പ്രതിസന്ധിയിലായി, അനിയൻ വലിയ സമ്പന്നനാവുമ്പോൾ പണ്ടെനിക്ക് നിക്കർ വാങ്ങിത്തന്ന കാലത്ത് എൻ്റെ നിക്കറിൻ്റെ ഇറക്കം കുറച്ചത് എൻ്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞ് ആ സഹോദരനെ സഹായിക്കാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ കുറച്ച് അലക്കി തേച്ച ന്യായമൊക്കെ പറഞ്ഞ് കയ്യിലിരിക്കുന്ന മുതൽ കയ്യിൽ വെച്ചേക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തരത്തിലെ ഒരു കോത്താഴത്ത നിലപാടാണ് ആ നിലപാടെന്ന് പറയുന്നത്. മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്തും പുറത്തും മുന്നോട്ട് സഞ്ചരിക്കുന്ന ജീവിയാണത്. പൊതുജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ അത് അനിവാര്യമാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കിടയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെല്ലാം തരത്തിലുണ്ട്. ഇപ്പോൾ കെ ടി ജലീൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. പക്ഷേ പിന്നീടുള്ള രാഷ്ട്രീയ ചരിത്രം എന്താ? അത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ആരെല്ലാം എന്തെല്ലാം തരത്തിലുള്ള സംഗതികൾ രാഷ്ട്രീയത്തിലെടുത്ത് നോക്കിയാൽ ശിഷ്യന്മാരായി കൊണ്ടുവരുന്നവർ അവസാനം ഗുരുവായി തീരുന്നു, ഗുരുവും ശിഷ്യനും തമ്മിൽ പടവെട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നു, തകർക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്തു വെച്ച് നമ്മളൊരാൾ നിസ്സഹായമായിരിക്കുന്ന അവസ്ഥയിൽ എടുത്ത് ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും ഒരു മര്യാദയുള്ളതോ ഒരു നീതിയുള്ളതോ ഒരു ദൈവികമായ അംഗീകാരം ലഭിക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് ദയവായി അത്തരം ക്ലിപ്പുകൾ അയച്ച് നിങ്ങൾ എൻ്റെ സമയവും നിങ്ങളുടെ സമയവും പാഴാക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.